സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. അപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കോസ്റ്റ് ഷീറ്റ്. എന്താ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഷീറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ആൻഡ് സോൾഡ്. മനസ്സിലായോ? നമ്മൾ ഉണ്ടാക്കിയ ആ സാധനത്തിൻ്റെ കോസ്റ്റ് ചിലവ് കണ്ടെത്തുകയും അതെത്ര വിറ്റു എന്ന് കാണിക്കുകയും ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുക. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് ഓരോ സ്റ്റേജിലും നമുക്കത് ഉണ്ടാക്കാൻ, അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വന്ന കോസ്റ്റും അത് സെയിൽ ചെയ്തത് പ്രോഫിറ്റും കൂടി ചേർത്ത് അത് എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്നറിയാനായിട്ട് നമ്മൾ കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുക. ഈ കോസ്റ്റ് ഷീറ്റിൻ്റെ പർപ്പസ് എന്താ, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ, എന്തിനെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണേ? ടു ഷോ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു 1000 യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ 1000 യൂണിറ്റിനും കൂടി ഉണ്ടായ മൊത്തം ചിലവ് കണ്ടുപിടിക്കുകയും ഓരോ യൂണിറ്റിൻ്റെയും സെപ്പറേറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പർപ്പസ് എന്താ? ടു ഷോ ദ കോസ്റ്റ് പെർ യൂണിറ്റ്. എന്താ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് കണ്ടെത്തുകയും ആൻഡ് ടോട്ടൽ കോസ്റ്റ് മൊത്തം കോസ്റ്റ് കണ്ടെത്തുകയും ചെയ്യുക. 2, ടു ഹെൽപ്പ് ഇൻ ഫിക്സിങ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. നമുക്കറിയാലോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര രൂപ ചിലവ് വന്നു എന്നറിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ 8 രൂപയാണ് ചിലവായെങ്കിൽ നമ്മൾ എന്തായാലും 8 രൂപയ്ക്ക് മുകളിലുള്ള ഒരു പ്രൈസല്ലേ ഫിക്സ് ചെയ്യുക, അല്ലേ? അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ടു ഹെൽപ്പ് ഇൻ ദ കമ്പാരിസൺ ഓഫ് കോസ്റ്റ്, ചിലവുകളിൽ തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. കോസ്റ്റ് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? അത് കൺട്രോൾ ചെയ്യാൻ നോക്കും, അല്ലേ? കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നോക്കും. അപ്പോൾ അതിന് സഹായിക്കുന്നു. അതുപോലെ പ്രോഫിറ്റും അതുപോലെ സെയിൽസുമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് സഹായിക്കുന്നു. ടെൻഡർ പ്രൈസ്, കൊട്ടേഷൻ പ്രൈസ് ഇല്ലേ? അതായത് ഇപ്പോൾ ഒരു 1000 ഒരാൾ ഒരു ഓർഡർ തരികയാണെങ്കിൽ ആ 1000 എണ്ണത്തിൽ എത്ര രൂപ ചിലവ് വരും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെ ടെൻഡർ പ്രൈസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഒരു 6 പോയിന്റ് പഠിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു കോസ്റ്റ് ഷീറ്റാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് നമുക്ക് നോക്കാം. കോസ്റ്റ് ഷീറ്റ് ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് മെയിനായിട്ട് ചെയ്യുന്നൊരു ഡ്യൂട്ടിയാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ആദ്യം ഡയറക്റ്റായിട്ട് വരുന്ന എക്സ്പെൻസുകളെല്ലാം ഇതാണ്. അത് ഡയറക്റ്റ്ലി മെറ്റീരിയലിന് വരുന്ന ചിലവ്. ലേബർ എന്ന് പറഞ്ഞാൽ ഏതാ? വേജസ് ആണ് കേട്ടോ മക്കളെ. ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് വേജസ് ആണ്. അപ്പോൾ വേജസ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാലും ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ സെയിം. അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് അത് എല്ലാതും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ എന്ത് കിട്ടും? ഡയറക്റ്റ് കോസ്റ്റ് അഥവാ പ്രൈം കോസ്റ്റ് കിട്ടും. അപ്പോൾ എക്സാമിന് ഇപ്പോഴും വരുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് പ്രൈം കോസ്റ്റ്? എന്താണ് പ്രൈം കോസ്റ്റ്? അല്ലെങ്കിൽ വാട്ട് ഈസ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതുക? വാട്ട് ഈസ് പ്രൈം കോസ്റ്റ് എന്ന് വെച്ച് നിങ്ങൾ എന്ത് എഴുതുക? എന്തെഴുതുക? ആർക്കെങ്കിലും പറയാമോ? ഓക്കെ, ഇത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഷീറ്റ്. അതുകൂടാതെ ഇങ്ങനെ പറഞ്ഞു ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അങ്ങനെ പറഞ്ഞൂടെ? ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് നോൺ ആസ് പ്രൈം കോസ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡയറക്റ്റ് കോസ്റ്റ്. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ? പ്രൈം കോസ്റ്റ് തിയറി ചോദിച്ചാൽ എങ്ങനെ എഴുതേണ്ടത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇനി അതുകൂടാതെ റൈറ്റ് സൈഡിൽ വേറൊരു കോളം വേണ്ടിയിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ്. അത് നമുക്ക് എപ്പോഴും യൂണിറ്റിൽ കാണാൻ പറഞ്ഞാൽ മാത്രം ആ കോളം വരച്ചാൽ മതി. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ 1000 യൂണിറ്റിൻ്റെ കോസ്റ്റ് തരണമെങ്കിൽ ഒരൊറ്റ യൂണിറ്റിനെ കാണണമെങ്കിൽ നമ്മൾ റൈറ്റിൽ അങ്ങനെ ഒരു എല്ലാത്തിനും 1000 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ കിട്ടും കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വരുന്ന എല്ലാ എക്സ്പെൻസുകളും കൂട്ടുമ്പോഴാണ് പ്രൈം കോസ്റ്റ് കിട്ടുക. ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മുടെ ഫാക്ടറിയിൽ വരുന്ന ചിലവുകളില്ലേ, അതിന് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുക. ഈ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ അതൊരു കാറ്റഗറിയാണ്. ഇപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അത് ഫാക്ടറിയിൽ നമുക്ക് എന്തൊക്കെ ചിലവുകൾ വരുമോ ആ ചിലവിന് എല്ലാത്തിനെയും കൂടി കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഫാക്ടറി ഓവർ ഹെഡ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പോൾ ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് ഫാക്ടറിയിൽ ചിലവുകൾ കൂട്ടുക. അതിന് ഫാക്ടറി ഓവർ ഹെഡ് എന്നാണ് പറയുക. അപ്പോൾ ഫാക്ടറിയിൽ എന്തൊക്കെ ചിലവുകളാണ് വരിക മക്കളെ? ഫാക്ടറി ലൈറ്റിംഗ്, അതുപോലെ തന്നെ ഫാക്ടറി എക്സ്പെൻസസ്, അല്ലേ? പവർ ആൻഡ് ഫ്യൂവല്, ഇതൊക്കെ ഫാക്ടറിയിൽ വേണ്ട സാധനങ്ങളല്ലേ? ഫാക്ടറി റെൻറ്റ്, ഇതൊക്കെ ഫാക്ടറിയിലെ ചിലവുകളാണ്. അപ്പോൾ അങ്ങനെ ഫാക്ടറിയിലെ ചിലവുകളെല്ലാം കൂടി കൂട്ടുമ്പോഴേ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിന് ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ അതും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഫാക്ടറി കോസ്റ്റും വർക്ക്സ് കോസ്റ്റും വരെ ക്ലിയർ ആയോ?
ആ ഇപ്പോഴും ഒരു പ്രൊഡക്റ്റിൻ്റെ മൊത്തം കോസ്റ്റിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇനി നമുക്ക് ആ കമ്പനിയിൽ ഓഫീസിലെ കുറേ ചിലവുകളില്ലേ മക്കളെ, അഡ്മിനിസ്ട്രേഷനിലെ കുറേ ചിലവുകളില്ലേ, ഓഫീസ് റെൻറ്റ്, ഓഫീസ് എക്സ്പെൻസസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഓഫീസ് സാലറിക്ക് അതിനകത്ത് വരിക. അപ്പോൾ അങ്ങനെ ഓഫീസിലെ ചിലവും കൂടി നമ്മൾ അടുത്തത് കൂട്ടണം. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്നാണ് പറയുക. അപ്പോൾ അതിനർത്ഥം ഓഫീസിൽ വരുന്ന എല്ലാ ചിലവുകളെയും നമ്മൾ കോമൺലി പറയുന്ന പേരാണ് ഓഫീസ് ഓവർ ഹെഡ് അഥവാ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. അതും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ഓഫീസ് കോസ്റ്റ് അഥവാ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ എന്താ കിട്ടുക? പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറിയിലെ ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ് കൂട്ടുമ്പോൾ എന്താ കിട്ടുക? ഫാക്ടറി കോസ്റ്റ് അഥവാ വർക്ക്സ് കോസ്റ്റ്. ഇനി അതിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കൂടി കൂട്ടുമ്പോൾ എന്താ കിട്ടുക? ഓഫീസ് കോസ്റ്റ്. കഴിഞ്ഞിട്ടില്ല, ചിലവ് കഴിഞ്ഞിട്ടില്ല. വെറുതെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാത്രം വെച്ചാൽ പോരല്ലോ നമ്മുടെ കമ്പനിയിൽ. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ, വിതരണം ചെയ്യണ്ടേ, ഇത് സെയിൽ ചെയ്യണ്ടേ. അപ്പോൾ അതിന് ചിലവില്ലേ. അത് നമുക്ക് പല പല ഷോറൂമുകളിലേക്ക് എത്തിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാൻ, ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെൻസ്, വാൻ്റെ എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ എത്താനായിട്ട് സെയിൽസ്മാൻ വേണം, സെയിൽസ്മാൻ്റെ സാലറി, അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് വേണം. ഇതൊക്കെ ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ചിലവുകളാണ്, അല്ല വിൽക്കാൻ വേണ്ടി വരുന്ന ചിലവുകളാണ്. അപ്പോൾ അതും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ആ പ്രൊഡക്റ്റിന് എന്ത് കിട്ടുക? ടോട്ടൽ കോസ്റ്റ് അഥവാ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുക, മൊത്തം ചിലവ് കിട്ടുക. ഇതിൻ്റെ കൂടെ നമ്മൾ പ്രോഫിറ്റും കൂടി കൂട്ടുമ്പോഴാണ്, ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കോസ്റ്റ് ഷീറ്റ് കംപ്ലീറ്റ് ആകണമെങ്കിൽ നിങ്ങൾ എന്തുകൂടെ ആഡ് ചെയ്യണം? ഇതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? സെക്കൻഡ്. ഇതിൻ്റെ കൂടെ പ്ലസ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുക. ആ കിട്ടുന്ന ഫൈനൽ ആൻസറാണ് സെയിൽസ്. ക്ലിയർ ആയോ? ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് കംപ്ലീറ്റ് ആവുക. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ചോദിച്ചോളൂ. കൂട്ടണം. ചിലപ്പോൾ നമുക്കത് ഐഡന്റിഫൈ ചെയ്യണം. ഒരു എക്സ്പെൻസ് കാണുമ്പോൾ അത് ഫാക്ടറിയിലെ ചിലവാണോ ഓഫീസിലെ ചിലവാണോ നമ്മൾ മനസ്സിലാവണം കേട്ടോ മോനെ. അത് വായിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നമുക്കിതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഫോർ 3 months. 3 മാസത്തെ കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽസ് ഉണ്ട് 75,000, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് അതെടുത്ത് എഴുതി, ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിങ്. ഇവിടെ നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താ? 2000 യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ചിലവുകളാണ് നമുക്ക് തന്നേക്കണേ. അതിൽ നിന്ന് ഒരു യൂണിറ്റിൻ്റെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എല്ലാത്തിനും എത്ര വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? എത്ര യൂണിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ചിലവുകൾ തന്നേക്കണേ? ഇപ്പോൾ 2000. അപ്പോൾ ഒരു യൂണിറ്റിനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ എക്സ്പെൻസിനെയും നിങ്ങൾ 2000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് ആദ്യം കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ഐറ്റം ഏതാ നിങ്ങൾ പറഞ്ഞേ? ഫസ്റ്റ് ഐറ്റം ഏത് എഴുതണ്ടേ? ഡയറക്റ്റ് മെറ്റീരിയൽ 75,000. അടുത്ത ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലേബർ ആണ്, അറിയാലോ, നേരത്തെ പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ 1,20,000. അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ് 20,000. എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് 2,15,000 കിട്ടും. അതിനെന്താ വിളിക്കുക? പ്രൈം കോസ്റ്റ്. ഇനി റൈറ്റ് സൈഡിൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓർഡറിൽ തന്നിട്ടുണ്ട്. അവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണാം? 75,000 എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 2,000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് കിട്ടും. അതുപോലെ 1,20,000നെയും 2,000 വെച്ച് ഡിവൈഡ് ചെയ്യുക, 20,000നെയും 2,000 വെച്ച് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അതൊരു 2,15,000നെയും 2,000 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് വരെ കഴിഞ്ഞു. അടുത്ത ഫാക്ടറി ഓവർ ഹെഡ്. അടുത്ത ഓവർ ഹെഡ് ചെയ്ത ഫാക്ടറി ഓവർ ഹെഡ് 50,000 ആണ്. അതെടുത്ത് എഴുതാം. അപ്പോൾ 2,15,000 കൂടെ 50,000 ആഡ് ചെയ്താൽ 2,65,000, ദാറ്റ് ഈസ് വർക്ക് കോസ്റ്റ്.
അടുത്ത ഫാക്ടറി ഓവർ ഹെഡ് കഴിഞ്ഞാൽ അടുത്തത് ഓഫീസ് ഓവർ ഹെഡ് 30,000 ആണ്. അപ്പോൾ 2,65,000 ഇവിടെ 30,000 കൂട്ടിയാൽ 2,95,000 അതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് 60,000 കൂട്ടിയാൽ 3,55,000 അതാണ് ടോട്ടൽ കോസ്റ്റ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇനി നമുക്ക് വലിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു കോസ്റ്റ് ഷീറ്റ് നോക്കിയാലോ. SC ഒക്കെ വരാൻ ചാൻസ് ഉള്ള വലിയ ഡീറ്റെയിൽ കോസ്റ്റ് ഷീറ്റ് നോക്കിയാലോ. നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ ചിലപ്പോൾ നമുക്ക് തരൂല. ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കണം. അതെങ്ങനെ കാണാം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലിൻ്റെ കൂടെ പർച്ചേസ് ഓഫ് മെറ്റീരിയലും എക്സ്പെൻസ്, പർച്ചേസ് ചെയ്തപ്പോൾ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് കൂട്ടുക, എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ കുറയ്ക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്കൊരു ഷോപ്പുണ്ട് മക്കളെ. അന്ന് അത് ആ ഷോപ്പിനകത്ത് ഒരു 10,000 രൂപയുടെ മെറ്റീരിയൽ ഓപ്പണിങ്ങിൽ കിടപ്പുണ്ട്, കഴിഞ്ഞ വർഷം വിൽക്കാത്തത്. ഓക്കെ അല്ലേ? എത്രയുണ്ടായിരുന്നു ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ? എത്രയുണ്ടായിരുന്നു? 10,000 മെറ്റീരിയൽ നിങ്ങളുടെ കടയിലുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും കടയിലേക്ക് വേണ്ടി ഒരു 20,000 മെറ്റീരിയൽ നിങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ മൊത്തം എത്രയും മെറ്റീരിയൽ? 30,000 ആയി. ഇനി ആ വർഷാവസാനം നിങ്ങൾ വിൽക്കാതെ ഒരു 5,000 രൂപയുടെ മെറ്റീരിയൽ കിടപ്പുണ്ട് എങ്കിൽ നിങ്ങൾ ആ വർഷം ഉപയോഗിച്ച മെറ്റീരിയൽ എത്രയാണ്? 10,000 ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്നു, 25,000. അതെങ്ങനെ കിട്ടി? ഓപ്പണിങ്ങിലെ മെറ്റീരിയലിൻ്റെ കൂടെ പർച്ചേസ് കൂട്ടിയിട്ട് അവസാനം വിൽക്കാതെ കിടക്കുന്ന മെറ്റീരിയൽ കുറച്ചപ്പോഴല്ലേ ആ വർഷത്തെ യൂസ് ചെയ്ത മെറ്റീരിയൽ കിട്ടിയത് അല്ലേ? അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്: ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതിൽ പർച്ചേസിന് നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ ഇത് ഇവിടുത്തെ കോൺസെപ്റ്റ്. അപ്പോഴാണ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടുക. ക്ലിയർ ആയോ? അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ്ലി തന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണ്ടേ? പറഞ്ഞേ, ആരെങ്കിലും പറയൂ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, പ്രൈം കോസ്റ്റ് കിട്ടിയാൽ നമ്മൾ അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യാറ്? ഫാക്ടറി ഓവർ. മക്കളെ, ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കണം. ഓപ്പണിംഗ് ഡേറ്റിലെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് ഡേറ്റിലെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യുക? ചെയ്യുക. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വർക്ക് ഇൻ പ്രോഗ്രസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ? അപ്പോൾ വർക്ക് നടക്കുന്നത് എവിടെയാ? വർക്ക് എവിടെ നടക്കുക? ഫാക്ടറിയിൽ. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ഫാക്ടറി ഓവർ ഹെഡിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്തിട്ട് അതിനോടൊപ്പം ഓപ്പണിംഗ് ഡേറ്റിലെ വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് വർക്ക്സ് കോസ്റ്റ്. ക്ലിയർ? സെറ്റാണോ? ക്ലിയർ ആണോ? ഇനി അതിൻ്റെ കൂടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കഴിഞ്ഞിട്ടില്ല. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യണ്ടേ? അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും, ഫിനിഷ്ഡ് ചെയ്ത ഗുഡ്സ്. അതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന നമ്മൾ കയറ്റി അയക്കാൻ വേണ്ടി വെച്ചേക്കണതല്ലേ ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യണം. അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിൻ്റെ കൂടെ വേണം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യാൻ. അപ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുക. ക്ലിയർ ആയോ? അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ എങ്ങനെ കാണാം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. യെസ്. ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റിനോട് ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിംഗിൽ ആഡ് ചെയ്തിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്തിട്ട് അപ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഇനി ഓഫീസ് ഓവർ ഹെഡ് ആഡ് ചെയ്യുക, അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യണം. എന്നിട്ടാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുക. അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ സെയിൽസ് കിട്ടും. സെറ്റ് അല്ലേ? ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റ്. ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റ് അതാണ് കേട്ടോ.
ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ. യെസ്, കാണിച്ചു തരാം. ഇല്ല, ഇതേപോലെ തന്നെ ചോദിക്കുക കേട്ടോ. കാണിച്ചു തരാം ഞാൻ. ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? ഇതാണ് വലിയ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറുകളിൽ. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു തരാം, നോക്കാം. കോസ്റ്റ് ഷീറ്റ് നന്നായിട്ട് അറിയണം കേട്ടോ, കാരണം നമുക്കിനി ജോബ് കോസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ ഈ കോസ്റ്റ് ഷീറ്റ് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? കേരള കെമിക്കൽ കമ്പനി സപ്ലൈസ് യു ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഫ്രം ഇറ്റ്സ് കോസ്റ്റ് റെക്കോർഡ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ അത് ഓപ്പണിംഗ് ആണ് 2021 സെപ്റ്റംബർ 1 ആണ്, 75,000. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ക്ലോസിംഗ് ഡേറ്റിലാണ് 91,500. ഡയറക്റ്റ് വേജസ് ഉണ്ട്, ഇൻഡയറക്റ്റ് വേജസ് എവിടെ വരിക? ഫാക്ടറിയിലാണ് വരിക കേട്ടോ. ഇൻഡയറക്റ്റ് വേജസ് എവിടെ വരിക? ഫാക്ടറിയിൽ. പിന്നെ സെയിൽസ് ഉണ്ട്, അത് ലാസ്റ്റ് എഴുതേണ്ടതാണ്. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്, ഓപ്പണിങ്ങിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ക്ലോസിങ്ങിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, ഫാക്ടറി റെൻ്റ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാൻ ആൻഡ് മെഷീനറി ഉണ്ട്, എക്സ്പെൻസ് ഓൺ പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ടേ, അപ്പോൾ നമ്മളത് ആഡ് ചെയ്യണം, അറിയാലോ. പിന്നെ ക്യാരേജ് ഔട്ട്വേർഡ് ഉണ്ട്, അഡ്വർടൈസിംഗ് ഉണ്ട്, ഓഫീസ് റെൻ്റ് ഉണ്ട്, ട്രാവലേഴ്സ് വേജസ് ആൻഡ് കമ്മീഷൻ ഉണ്ട്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, ഓപ്പണിംഗ് ഡേറ്റിലെ ഫിനിഷ് ഗുഡ്സ് ഉണ്ട്, ക്ലോസിംഗ് ഡേറ്റിലെ ഫിനിഷ് ഗുഡ്സ് ഉണ്ട്. നമുക്ക് അങ്ങനെയാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കാണാൻ. നിങ്ങൾ പറഞ്ഞേ, നേരത്തെ അറിവ് വെച്ച് പറഞ്ഞേ. അപ്പോൾ പർച്ചേസ് കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ എക്സ്പെൻസ് ഓൺ പർച്ചേസ് വന്നിട്ടില്ലേ മോനെ? അതുകൂടെ ആഡ് ചെയ്യണ്ടേ? അപ്പോൾ 75,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ 66,000, പ്ലസ് എക്സ്പെൻസ് ഓൺ പർച്ചേസ് എത്രയാ? 1,500. അതെല്ലാം കൂടി കൂട്ടി കിട്ടിയ ആൻസർ ചെയ്യുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആയിട്ടുള്ള 91,500 കുറയ്ക്കുക. കണ്ടോ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ 75,000, പർച്ചേസസ് 60, അത് ഇന്നർ കോളത്തിൽ എഴുതിയാണ് 66,000, എക്സ്പെൻസ് 1,500 കൂട്ടുക, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടി 51,000. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആയില്ലേ? ഓക്കെ. അടുത്ത ഡയറക്റ്റ് വേജസ് 52,500. അത് നമ്മൾ എഴുതി 52,000. ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല അല്ലേ ക്വസ്റ്റിനകത്ത്? ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല, അപ്പോൾ അത് എഴുതണ്ട. അപ്പോൾ ഈ 2 ഐറ്റം ഉള്ളൂ, അത് കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറാണ് പ്രൈം കോസ്റ്റ്. ക്ലിയർ? പ്രൈം കോസ്റ്റ് ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഇനി അത് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുക. ഫാക്ടറി ഓവർഹെഡിൽ എന്തൊക്കെയാണ് വരിക നിങ്ങൾ പറഞ്ഞേ? ഇൻഡയറക്റ്റ് വേജസ് വരും, പിന്നെ ഫാക്ടറി റെന്റ് വരും, ഡിപ്രീസിയേഷൻ, പ്ലാൻ ആൻഡ് മെഷീനറി എവിടെ കിടക്കണേ? മെഷീനറിക്ക് എവിടെ കിടക്കണേ? ഫാക്ടറിയിലല്ലേ? അപ്പൊ അതിന് വരുന്ന തേയ്മാനം അതും ഫാക്ടറിയിലാണ്, അതും ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ അത് ഫാക്ടറിയിൽ വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ. ഓക്കെ അല്ലേ? അത് കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ എന്തെയ്യാം? വർക്ക് ഇൻ പ്രോഗ്രസ് എന്താ ചെയ്യേണ്ടത്? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 28,000, ക്ലോസിംഗ് ഡേറ്റിലെ വർക്ക് ഇൻ പ്രോഗ്രസ് പ്ലസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ വർക്ക്സ് കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ് കിട്ടി. ക്ലിയർ ആയോ? വർക്ക്സ് കോസ്റ്റ് കിട്ടിയത് ക്ലിയർ ആയോ? നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൽ എന്താ വരിക? ഓഫീസിൽ എന്താ വരിക നോക്കി? ഓഫീസ് റെന്റ് അല്ലേ? അതാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, അത് ആഡ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. അത് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യണം? 54,000 ആഡ് ചെയ്തിട്ട് 31,000 ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുക. അപ്പോൾ 54,000 ആഡ് ചെയ്ത് കിട്ടിയ ആൻസർ ചെയ്യുന്നത് 31,000 കുറയ്ക്കുമ്പോൾ 1,43,250. ഇനി അതിൻ്റെ കൂടെ വേണം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സെയിൽസുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെയാണ്? ക്യാരേജ് ഔട്ട്വേർഡ്, അഡ്വർടൈസിങ് അവിടെയല്ലേ വരിക? ട്രാവലറിൻ്റെ വേജസ്, സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ട്രാവലർ വേണ്ട, അവർക്ക് കൊടുക്കുന്ന വേജസ്, കമ്മീഷൻ, അതൊക്കെ എഴുതാം. ആ 3 ക്യാരേജ് ഔട്ട്വേർഡ്, അഡ്വർടൈസിങ്, ട്രാവലേഴ്സ് വേജസ്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ വാങ്ങുമ്പോൾ വരുന്നല്ലേ? അപ്പോൾ അത് മെറ്റീരിയലിൻ്റെ കൂടെ പർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്യും. അല്ലടാ, മെറ്റീരിയൽ വാങ്ങുമ്പോൾ വരുന്നല്ലേ ക്യാരേജ് ഇൻവേർഡ്? അപ്പോൾ മറ്റേ എക്സ്പെൻസ് ഓൺ പർച്ചേസ് ഇല്ലേ, അവിടെ കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി എന്താ? സ്ക്രീൻ കാണുന്നില്ലേ?
ഉണ്ട് മോനെ, അവിടെ നിന്ന് റേഞ്ച് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കൂടി കൂട്ടിയപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ടില്ലേ മക്കളെ, 2 lakh തന്നിട്ടില്ലേ, കണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടി കൂട്ടുമ്പോഴാണ് സെയിൽസ് കിട്ടുക അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കാണാം? സെയിൽസ് എഴുതിയിട്ട് അതിന് കോസ്റ്റ് കുറച്ചാൽ പോരെ. അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഡാഷ് ഇട്ട് വെച്ചിട്ട് അടിയിൽ സെയിൽസ് 2 lakh എഴുതുക. 2 lakh എന്ത് ചെയ്യുക? 1,55,000 + 750 മൈനസ് ചെയ്യുക. അപ്പോൾ 44,250 എന്ന് കിട്ടും. അതാണ് നമ്മുടെ പ്രോഫിറ്റ്. ക്ലിയർ? സെറ്റാണോ? അപ്പോൾ എല്ലാവർക്കും ഈ ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇനി ഇതിനകത്തൊരു ചോദിച്ചോളൂ. അതന്നെ അവിടെ ചെയ്താൽ മതി. അതിൽ സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്, അത് അവിടെ തന്നെ മൈനസ് ചെയ്യാം കേട്ടോ. ഞാനത് പറഞ്ഞുതരാം കേട്ടോ, നോക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എവിടെ ആഡ് ചെയ്താലും നിങ്ങൾക്ക് ആൻസറിൽ വേരിയേഷൻ വരില്ല കേട്ടോ, അത് എക്സ്പെൻസ് ആയതുകൊണ്ട് കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡീറ്റെയിൽ കോസ്റ്റ് ഷീറ്റ് ക്ലിയർ ആയോ? എല്ലാവർക്കും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇനി ഇതിൽ ചെറിയൊരു ടോപ്പിക് അല്ല, കുറച്ച് അധികം പറയാനായിട്ടുള്ള ടോപ്പിക് ഉണ്ട്. ടെൻഡേഴ്സ് ഓർ കൊട്ടേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ? ആ ഒരു ടോപ്പിക് കൂടി ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം.